ഹലോ! ഇന്നത്തെ ഒരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് സ്നാക്കായിട്ടും മെയിൻ കോഴ്സായിട്ടും എല്ലാം ചെയ്യാൻ പറ്റിയ കിടിലൻ ടേസ്റ്റിലുള്ളൊരു ഷവർമ്മനെക്കാട്ടിലുള്ള എത്രയോ ടേസ്റ്റിലുള്ളൊരു റെസിപ്പിയാണ്. ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് അത്യാവശ്യം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂണ് ഓയിലിന് പകരം ബട്ടർ ചേർത്ത് കൊടുക്കുക. അതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് 2.25 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ല സോഫ്റ്റിൽ കുഴച്ചെടുക്കാം. ഈ ഒരു ഡോ വെച്ചിട്ട് നമുക്ക് 11 ബോൾസ് കിട്ടുന്നുണ്ട്. 11 ബോൾസ് എന്ന് പറയുമ്പം 22 സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അത്ര വേണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഹാഫ് വെച്ചിട്ട് ചെയ്താൽ മതി. നല്ല സോഫ്റ്റിൽ കുഴച്ചെടുത്തിട്ട് ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/4 മണിക്കൂർ ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് തന്നെ ഒന്ന് അത്യാവശ്യം പൊങ്ങി വരും. ഇതിലേക്കൊരു ഈസി ഫില്ലിംഗ് ആണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം പാനിലേക്ക് കുറച്ചൊരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആക്കി കൊടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത 100 ഗ്രാം ചിക്കനാണ് ചേർക്കുന്നത്. ചിക്കനും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ് അതും കൂടി ചേർത്ത് ചിക്കന് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി പൗഡേഴ്സായിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ചിക്കൻ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നല്ലോണം കുക്കായിട്ട് വരും. നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ഒരു ഉള്ളിയാണ് ഇതിൽ ചേർക്കുന്നത്, മീഡിയം സൈസിലുള്ള. അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉള്ളി ഒന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഉള്ളി ഇതുപോലെ ഒന്ന് വാടി വരുമ്പം ഇതിലേക്ക് ഞാൻ ഗ്രീൻ യെല്ലോ ക്യാപ്സിക്കാണ് ചേർക്കുന്നത്. രണ്ടും ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട്. നമ്മളടുത്ത് ഏതാ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കെല്ലാം ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയേ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂണ് ഒറിഗാനോ, പിന്നെ 1 ടേബിൾ സ്പൂണ് കെച്ചപ്പും കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതെല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിലേക്ക് 2 ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടെങ്കിൽ വെച്ചാൽ മതി, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചീസൊന്ന് മെൽട്ടായിട്ട് വരുമ്പം മൊത്തത്തിലൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ഫില്ലിങ് റെഡിയായി. ഈസി ഫില്ലിംഗ് ആണ്. ഡോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഐറ്റം നമുക്ക് സ്നാക്കായിട്ട് മാത്രമല്ലേ നമുക്കിപ്പോൾ ഡിന്നറായിട്ട് ഉണ്ടാക്കാം. അപ്പം നമ്മൾ സ്നാക്കായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പം ഡിന്നറിനാണെങ്കിൽ ബോൾ കുറച്ചും കൂടി വലുതാക്കിയിട്ട് നമുക്ക് കുറച്ച് വലിയ റൊട്ടി ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് ചെയ്തിട്ടുള്ളത്. 11 ബോൾ കിട്ടീനെ. ഇനി ഇത് റൗണ്ടിലല്ല, നീളത്തിലൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നല്ല ബോളായിട്ട് പൊങ്ങി വരും. അപ്പം അതിൻ്റെ ഉള്ളിൽ പോക്കറ്റ് പോലെ ആക്കിയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ, ഈ റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കറേ. അധികം ഓയിലൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പി അല്ലേ. അതുപോലെ നമുക്ക് വയറും നിറയും, നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ പൊങ്ങി വരുമ്പം നമുക്ക് എടുത്തിട്ട് അതൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു പോക്കറ്റായിട്ട് കിട്ടും. നമ്മൾ റൗണ്ടിൽ പരത്തിയിട്ട് കുബൂസ് പോലെ ചുട്ടെടുക്കുമ്പം നമുക്കിങ്ങനെ റോളെല്ലാം ചെയ്യണ്ടേ. ഇതാകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ സെർവ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തൊലി കളയാണ്ട് ഫ്രൈ ചെയ്തെടുത്ത പൊട്ടറ്റോ ആണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മയണൈസ് ആക്കാം. ലെറ്റ്യൂസ് വെച്ചിട്ട് പൊട്ടറ്റോ ഫ്രൈയും വെച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ്റെ ഫില്ലിംഗ് ഇല്ലേ അതും കൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഈസിയാണ്.
നല്ല ടേസ്റ്റുമാണ്. ഈ ഫില്ലിങ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഷവർമ്മനെക്കാട്ടിലെല്ലാം എത്രയോ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാം. ഒരു വെറൈറ്റി അല്ലേ? അപ്പം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഓക്കെ, ബൈ.